ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 800 ഗ്രാംസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം വാരാനായിട്ട് വെച്ചേക്കാണ്. ഇത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. അതേപോലെ ഇത് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ പോയതിന് ശേഷം അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ബോളിൽ 1 ടീസ്പൂൺ ചില്ലി പൗഡർ എടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിച്ചതെടുക്കുക, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ എടുക്കുക. വിനീഗറിന്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് എടുക്കാം. ഇതെല്ലാം കൂടി നല്ല വൃത്തിയിലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കഴുകി വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മിനിമം ഹാഫ് ആൻ അവറിന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നിങ്ങൾക്ക് ഒട്ടും നേരമില്ലെങ്കിൽ 10 മിനിറ്റിനെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചോളൂ. ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയാലും നല്ലതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ അരമണിക്കൂറിനാണ് മാരിനേറ്റ് ചെയ്തേക്കണേ. ആ നേരത്തോട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കണേ. വലുതാണെങ്കിൽ 2 മതി. ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. 3 പച്ചമുളക് നടുകീറി എടുക്കുക, 7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചിട്ട് ചേർക്കുക. അതിനുശേഷം ഒരു കടായി ചൂടാക്കിയിട്ട് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയുടെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സവാള ഒന്ന് വാടി വരുമ്പോൾ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വഴറ്റണം. ഇത് കുറച്ച് സമയം എടുക്കും, പക്ഷെ ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന കറിയാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരെണ്ണം തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിലിടാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഇപ്പോൾ ഇതാ കളറൊക്കെ മാറി ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോപ്പ് ചെയ്ത തക്കാളിനെ 2 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്ത തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇനി ഈ തക്കാളി വെന്തുടഞ്ഞ് മസാലയിൽ ചേരണം. അതിനുവേണ്ടി 2-3 മിനിറ്റ് നമ്മൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് മൂടി വെച്ച് വേവിക്കണം. തക്കാളി ഓൾറെഡി വെന്തിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് മസാലയിൽ മിക്സ് ആയിട്ടുണ്ട്. അതേപോലെ ചുറ്റും എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് വേവിക്കുക. ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത്. ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അത് ആദ്യം വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോളൂ. ചിക്കനിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തേക്കണേ. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂട്ടി ചേർക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് വേവിക്കുക. ചിക്കൻ ഓൾമോസ്റ്റ് 15 to 20 മിനിറ്റ്സ് എടുക്കും അത് നന്നായി കുക്കായിട്ട് വരാൻ. അപ്പോൾ അതുവരെ മൂടി വെച്ചിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളൂ. ഈ സമയത്ത് ഉപ്പോ ഇല്ലെങ്കിൽ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഇവിടെ ഉപ്പ് ഇത്തിരി കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ്. അങ്ങനെ ചിക്കനൊക്കെ വെന്ത് വരുമ്പോൾ അതേപോലെ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതേപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കറിയുടെ മീതെ ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് 30 സെക്കൻഡ്സിനും കൂടി ഒന്ന് വേവിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ ഇപ്പം തന്നെ നമ്മുടെ കറി നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒന്നും കൂടി ഭംഗിയിൽ സെർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കറി ഒന്ന് കാച്ചാം. അതിനു വേണ്ടി ഒരു ചെറിയ പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 3-4 ചെറിയുള്ളി വട്ടന അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക.
അതൊന്ന് കളറ് മാറി ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയുടെ മീതെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 15 മിനിറ്റ്സിന് കറി മൂടി വെക്കുക. അങ്ങനെ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാണ്. ഇത് ചോറിൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തി പൊറാട്ടയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ്. അതേപോലെ ഇത് സ്റ്റുഡൻസിനും ബാച്ചിലേഴ്സിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.